ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇത് ഇന്ന് ഞങ്ങളുടെ മാസ്റ്റർ ഓഫ് അക്കൗണ്ട്സിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ് 19-ാം തീയതി വെള്ളിയാഴ്ച. അപ്പോൾ ഞാൻ അതിന് പോകാനായിട്ട് റെഡി ആയിക്കണേന്ന്. അതാണ് മെറൂൺ റെഡ് അല്ല മെറൂൺ കളറിലെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിരിക്കണത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ പോവാം. എനിക്ക് ആദ്യം ദേവൂട്ടൻ ചെന്ന് എടുക്കണം. ദേവൂട്ടനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വേണം എനിക്ക് സെലിബ്രേഷൻ പോകാനായിട്ട്. അവളെയും കൂട്ടി വേണം പോകാനായിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ റെഡി ആയിക്കണേണ്. ഇനി ഞങ്ങൾ പോയി എടുത്താൽ മതി. ടീച്ചറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആൾ പോയി എടുക്കാം. അപ്പോൾ അതേ ദേവൂട്ടനെ ക്ലാസ്സിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ ബസ്സിന് പൊയ്ക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ അതേ ട്രീ ഡെക്കറേഷനും വോൾ ഡെക്കറേഷനും ഒക്കെയാണ് കണ്ടത്. രണ്ട് പിള്ളേരുന്ന് ട്രീയും പിന്നെ സാറുമാർ സൈസാറും സീസാറും കൂടി ഇരുന്നുകൊണ്ട് വോളിലൊക്കെ റീത്തും ട്രീയും ഒക്കെ സെറ്റ് ചെയ്ത് നക്ഷത്രമൊക്കെ തൂക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഞങ്ങളത് ഡാൻസ് പ്രാക്ടീസ് മുകളിൽ നടക്കുന്നത് കാരണം നേരിട്ട് മുകളിലോട്ട് പോകണമായിരുന്നു. എല്ലാവരും വ്ളോഗ് എടുക്കണില്ലേന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഇത് പറഞ്ഞ് ചിരിക്കണമായിരുന്നു. അപ്പോൾ ഇത് എവിടെയാണ് ഡാൻസ് പ്രാക്ടീസ്? ഇതായിരുന്നു ഞങ്ങളുടെ പഴയ ക്ലാസ് റൂം. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചി. അപ്പം അവൾ എൻ്റെ ഉപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു. ഇതാണ് ഓവറോൾ ലുക്ക് ക്ലാസ് റൂമിൻ്റെ. സാർ ഇപ്പോഴും ഡെക്കറേഷനിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പപ്പാനി നല്ല വൈബായിരുന്നു. വൈബ് എന്ന് വെച്ചാൽ നല്ല വൈബായിരുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പപ്പാനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞങ്ങളുടെ അന്ന മിസ്സാണ്. ഇത് ഞങ്ങളുടെ സോണി മിസ്സ്. ഇത് സോണി മിസ്സ്. അന്ന മിസ്സ് സോണി മിസ്സ് എന്താണ്ടൊക്കെ വർത്താനം പറയുന്നതാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ സിജു സാറ്. അപ്പം സിജു സാറിനോട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. സാറ് വെള്ളം ഇതാക്കണമായിരുന്നു. വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താണ്. ഇതുങ്ങളൊക്കെ എന്താണ് പറയണതെന്ന് എനിക്കറിയത്തില്ല. നല്ല കലബില എന്നായിരുന്നു കൂടുതൽ. ഞാൻ ഫോണായിട്ട് വരുമ്പോൾ വീഡിയോൻ്റെ ഇതൊക്കെയായിരുന്നു. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഇതിനോട് കൂടിയാണ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മളിവിടെ കൂടിയേക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ സത്ത് എന്നുള്ളത് ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം. ഇപ്പോൾ ബൈബിളിലാണെങ്കിൽ പറഞ്ഞു, ഞാൻ മനുഷ്യരെ പിടിക്കാൻ വന്നവനാണെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ആരാണ് എന്നുള്ളത്, മനുഷ്യനാരാണ്? ഒരു ബുക്കിൽ ഒരു കവി പറയുന്നുണ്ട്, മനുഷ്യനെ നോക്കി റാന്തൽ വിളക്കുമായിട്ട് നടന്നു, മനുഷ്യരെ കാണാൻ പറ്റുന്നില്ല. നല്ല മനുഷ്യരാകുക എന്നുള്ളതാണ് ഈ ക്രിസ്മസിൻ്റെ എനിക്ക് പറഞ്ഞു തരാനുള്ള ആശംസ. നമ്മൾ ജീവിതത്തിൽ ഓരോരോ സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെല്ലാം നല്ല രീതിയിൽ ഉയരാൻ പറ്റണം. അവർ നന്നായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത്, അവരൊരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ വളർച്ച എനിക്ക് കാണണം, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കാണണം, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് കാണണം. നിങ്ങളുടെ വളർച്ചയോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ളവരും വളരണം. എന്നാലും നമുക്ക് പൂർണ്ണമായ ഒരു സന്തോഷവാനാണ്, അല്ലെങ്കിൽ സന്തോഷിക്കുന്നു എന്ന് പറയാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് ആയിരുന്നു. സാറും സാറിൻ്റെ വൈഫ് സോണി മിസ്. അപ്പോൾ സാറും സോണി മിസ്സും കൂടി കേക്ക് കട്ടൊക്കെ ചെയ്ത് അന്ന മിസ്സിനും അല്ല പപ്പാനിക്കും സീസാറിനും ഒക്കെ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടി കേക്കും വൈനൊക്കെ. അടിപൊളി വൈനും കേക്കും ആയിരുന്നേ. അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണേന്ന്. ആദ്യം തന്നെ ഞങ്ങളുടെ ഈ സാറല്ല, ഇത് HSL ഞങ്ങളുടെ സാറാണ്. സാറിപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, ഒരു പഴയ ഹിന്ദി പാട്ട്. അത് കഴിഞ്ഞിട്ട് പാസിങ് ദ ബോൾ ആയിരുന്നു. അതിൽ എല്ലാവരും നല്ല പെട്ടെന്ന് നല്ല ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതാണ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അടിപൊളി പ്രോഗ്രാംസൊക്കെ ആയിരുന്നു. ആദ്യം ഇതാണ് നടന്നത്. ഇത് നടന്നിട്ട് ജയിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ഷർട്ട് ഇട്ട ചെക്കനാണ്. ചെക്കൻ്റെ പേര് എനിക്കറിയത്തില്ല. വല്ലപ്പോഴും ക്ലാസ്സിൽ പോണാറ് ക്ലാസ്സിലുള്ളവരൊന്നും പേരറിയുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വിചാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് സത്യമായിട്ട് എനിക്കൊരു ഇത് ആൾക്കാരുടെ ഒന്നും പേരറിയത്തില്ല. അപ്പോൾ അവരാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രൂപ്പ് സോങ് ആയിരുന്നു നമ്മുടെ ഗപ്പി സിനിമയിലെ ഗബ്രിയേലിൻ്റെ. അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി പപ്പാഞ്ഞിയുടെ നല്ല വൈബ് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പപ്പാഞ്ഞിയാണ് ഉണ്ടായത് കൂടുതൽ സ്കോർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. പപ്പാഞ്ഞി അടിപൊളിയായിരുന്നു. അതേ അടിപൊളി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് വോളിയം വെക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ എല്ലാവരോടും പാട്ട് വെക്കാൻ കേട്ടോ. പാട്ട് നമ്മുടെ സീനിയേഴ്സിലെ ഷിക്ക് മെലോണി ആ പാട്ടായിരുന്നു. അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പറേറ്റ് ഇഷ്യൂ കാരണം പിന്നെ ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്.
അപ്പോൾ അതേ അടിപൊളി ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബോൾ തട്ടിയിട്ട് പിരമിഡ് ഉണ്ടാക്കുന്ന ഗെയിമായിരുന്നു. 3-4 പേര് കറക്റ്റായിട്ട് വെച്ചായിരുന്നു. ആരാ ജയിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോഴേക്കും സമയം വൈകിയായിരുന്നു, 1 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിള്ളേരൊക്കെ ഉള്ള കാരണം നേരത്തെ ഫുഡ് എടുത്ത്, അടിപൊളി ഫുഡായിരുന്നേ. ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണേന്ന് വെച്ചിട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു ഒരുവിധം എല്ലാവരെയും കൂടി കവർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതേ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. ഊട്ടി കളിക്കാനായിട്ട് ഒരാളെ കിട്ടിയായിരുന്നു. അതാണ് രേഖ എൻ്റെ ഫ്രണ്ടാണ്. അവർ ന്യൂ ജോയിൻ ചെയ്യാണ്, എൻ്റെ ചേച്ചിയൊപ്പം ചേർന്നാണ്. അപ്പോൾ രേഖനായിട്ട് ബലൂൺ തട്ടി കളിക്കണമായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമായി. അപ്പോൾ ഇത് വെക്കണ്ട, ഗെയിംസൊക്കെ നിർത്താം, ഡാൻസ് എന്തെങ്കിലും DJ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ DJ വെക്കണേണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവരേക്ക് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തായിരുന്നു. എല്ലാവർക്കും മടി എണീക്കാനായിട്ട്. അതായത് ഹെവി ഫുഡായിരുന്നു. 3 മണി വരെ ഞങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു ഫോട്ടോസൊക്കെ എടുത്ത് നടന്നേച്ച്. അപ്പോൾ അതേ എല്ലാവർക്കും DJ വെച്ചപ്പോൾ ആദ്യം എണീക്കാനൊരു മിടി, അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി നല്ല തുള്ളലായിരുന്നു. അപ്പോൾ ക്രിസ്മസ് വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.